അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, നമ്മളിപ്പോൾ ഇവിടുന്ന് ഈക്കാട്ടുതങ്ങലിലേക്ക് പോവുകയാണ്. ഈക്കാട്ടുതങ്ങലിൽ നിന്നാണ് നമുക്ക് ലോഡ് കയറ്റേണ്ടത്. കാലത്തന്നെ നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ലോഡ് കയറ്റിയിട്ട് അമ്പത്തൂരിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ലോഡൊക്കെ കയറ്റാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ലോഡ് കയറ്റി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബില്ലൊക്കെ റിസീവായി. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എന്ത് സാധനം കൊണ്ടുപോകണ്ടെങ്കിലും ബില്ല് കയ്യിൽ ഉണ്ടാകണം. 50,000 രൂപയുടെ മുകളിലുള്ളതാണെന്നുണ്ടെങ്കിൽ വേ ബിൽ കമ്പൾസറി ഉണ്ടാവണം. ഇല്ലയെന്നുണ്ടെങ്കിൽ 50-ന് താഴെയുള്ള എമൗണ്ടിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ബില്ല് ഉണ്ടാവണം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ് കോയമേടൊക്കെ എത്തി. കോയമേട് CMBT പാലമാണത്. അപ്പോൾ അതേ അവിടെ പോലീസ് മാമനെ കണ്ടോ. അങ്ങനെ അങ്ങർക്ക് ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ മുഖപ്പേര് എത്തി ഗൈസ്. അപ്പോൾ ലോഡ് ഇറക്കേണ്ട സ്ഥലത്ത് ഏതാണ്ടൊക്കെ അടുത്ത് എത്തി തുടങ്ങി. നമ്മൾ പകഞ്ചി ഒരു 1.5 കിലോമീറ്ററും കൂടിയുള്ളൂ ലോഡ് ഇറക്കേണ്ട സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ ആ ലോഡ് അവിടെ ഇറക്കി അടുത്ത ലോഡ് കയറ്റി നമ്മൾ അമ്പത്തൂരിൽ നിന്ന് അയ്യനമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഇവിടുന്ന് ആകെ ഒരു 4 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലേക്കാണ് നമ്മുടെ ഡ്രോപ്പ് ലൊക്കേഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ലോഡൊക്കെ കയറ്റി. സമയം ഇപ്പോൾ ഏതാണ്ട് 11:50 ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും പോയിട്ട് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് അടുത്ത റൈറ്റ് എടുക്കണം. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോയിട്ട് നമുക്ക് അവിടെ പാലത്തിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് U-ടേൺ എടുത്ത് പോകണം. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് U-ടേൺ എടുക്കേണ്ടത്. അപ്പോൾ U-ടേണൊക്കെ എടുത്തു. U-ടേൺ എടുത്ത് ഫസ്റ്റ് ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഏതാണ്ട് നമ്മൾ ലോഡ് ഇറക്കേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ അടുത്തൊക്കെ എത്തി. ഇനിയിപ്പോൾ ലോഡ് ഇറക്കിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞു. അടുത്ത ലോഡ് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അടുത്ത ലോഡ് അയ്യമ്പാക്കത്ത് നിന്ന് നമ്മൾ കയറ്റി നമ്മൾ പോകുന്നത് അമ്പത്തൂരിലേക്ക് തന്നെയാണ്. അപ്പോൾ സമയം ഇപ്പോൾ ഏതാണ്ട് 1:30 ആയിട്ടുണ്ട്. സ്കൂൾ വിട്ടതിൻ്റെ തിരക്കാണ്. 2 സ്കൂൾ ഒരേ സമയത്ത് വിട്ടതുകൊണ്ട് ആകെ ബ്ലോക്കായി കിടക്കുക. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് വണ്ടിയൊക്കെ ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് തല ഊരി പോകുന്നു. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയിട്ട് പാലത്തിൻ്റെ അടിയിലേക്ക് പോകണം. അപ്പോൾ അത് നമ്മൾ പാലത്തിൻ്റെ അടിയിൽ വന്നു. ഇനി ഇവിടെ നിന്ന് റൈറ്റ് എടുക്കണം നമുക്ക്. അങ്ങനെ നമ്മൾ പോയി U-ടേണൊക്കെ ഇട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മുടെ കമ്പനിയിലേക്ക് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ചില കമ്പനികളിൽ ക്യാമറ നമ്മൾ വീഡിയോ ഫോട്ടോ എടുക്കുന്നത് അലോഡല്ല. അതുകൊണ്ടാണ് ഞാൻ അൺലോഡിങ്ങും ലോഡിങ്ങൊന്നും കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ്റെ അടുത്തൊക്കെ എത്തി തുടങ്ങി. നമ്മൾ ജസ്റ്റ് ഒരു 1.5 കിലോമീറ്ററും കൂടി ഉള്ളൂ. ഇവിടുന്ന് റൈറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ്റെ അടുത്തെത്തി. ലോഡ് ഇറക്കിയിട്ട് കാണാം ഗൈസ്. ഇവിടെ അടുത്തെത്തിയാണ് കമ്പനി. അപ്പോൾ ആ ലോഡ് അവിടെ നിന്ന് ഇറക്കി നമ്മൾ അടുത്ത ലോഡ് കയറ്റാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് തന്നെയാണ് അമ്പത്തൂരിൽ നിന്ന് തന്നെയാണ് നമ്മൾ ലോഡ് കയറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ലോഡൊക്കെ കയറ്റി നമ്മൾ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് അത്തിപ്പട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അത്തിപ്പട്ട് അമ്പത്തൂരിൻ്റെ അയ്യമ്പാക്കത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ് അത്തിപ്പട്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 4.5 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക്. സമയം ഇപ്പോൾ 3:45 ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ പാലത്തിൻ്റെ അടിയിലെത്തി. ഇനിയിപ്പോൾ പോയിട്ട് നമ്മൾക്ക് U-ടേണൊക്കെ ഇട്ടിട്ട് വരണം ഗൈസ്. അതാണ് ഏറ്റവും വലിയ തലവേദന. U-ടേണൊക്കെ ഇട്ട് നമ്മളിതേ പാലത്തിൻ്റെ സൈഡിലേക്ക് എത്തി ഇറക്കേണ്ട കമ്പനിയുടെ അവിടേക്ക്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കമ്പനി ഉള്ളത്. നമുക്ക് ഇറക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ ലോഡൊക്കെ ഇറക്കി. നമ്മൾ അടുത്ത ലോഡ് സെറ്റായിട്ടുണ്ട്. അതെടുക്കാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഇവിടുന്ന് U-ടേൺ എടുക്കണം.
സമയം 5:15 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് പോകണം നമുക്ക്. ഈ റൈറ്റാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററും കൂടി ഉള്ളൂ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക്. ആരോടാ കാറിൻ്റെ മുകളിൽ ചെറിയ കാലിറങ്ങണ? അല്ല പിന്നെ നമ്മൾ വരണ നേരത്തെ കാല് കയറ്റിക്കുക. അപ്പോൾ നമുക്കിത് ഇറക്കിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ലോഡ് ഇറക്കി കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പട്ടിയായി തുടങ്ങി. അപ്പോൾ ഇത് മധുരവായൽ ബൈപ്പാസാണ്. ഇവിടെ നിന്ന് ഒരു 9 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്. അപ്പോൾ സമയം ഏതാണ്ട് 5:45 ആയി. അപ്പോൾ നമ്മൾ പോരൂരെത്തി. നമ്മൾ വീടിൻ്റെ ഏതാണ്ട് ലൊക്കേഷനിലേക്കൊക്കെ എത്തി തുടങ്ങി. നെസപ്പാക്കം എന്ന് പറയും ഈ സ്ഥലത്തിന്. നെസപ്പാക്കം പെട്രോൾ ബങ്കൊക്കെയാണ്. സമയം 6 മണിയൊക്കെ കഴിയും. വഴിതാ ചേട്ടായി. അപ്പോൾ നമ്മൾ അശോക് നഗർ മെട്രോൻ്റെ അവിടെ എത്തി. ഏതാണ്ട് നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ എത്തി തുടങ്ങി. ഇനിയിപ്പോൾ ആകെ ഒരു 2 കിലോമീറ്റർ ഉള്ള വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ ഗല്ലിയുടെ ഉള്ളിലേക്ക് എത്തി. ഇനി അവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്ത് നമ്മൾ വീടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തെത്തി. ഇനിയിപ്പോൾ അവിടെ സൈഡിൽ പാർക്ക് ചെയ്യുക. ഇത് നമ്മുടെ പാർക്കിംഗ് സ്ലോട്ടാണ്. ഇവിടെ ഒരാളും വരില്ല പാർക്ക് ചെയ്യാനായിട്ട്. പൊന്നു മക്കളെ, വീട്ടിലെത്തി അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ ബൈ.